ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പ്രത്യേകിച്ച് ഇറാൻ വീണ്ടും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമേരിക്കയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 90%, അതായത് ഇനി ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ 90% യുറേനിയം എൻറിച്ച്മെൻറ്റിലേക്ക് പോവും, അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഞങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കും, അതിൻ്റെ വോട്ടെടുപ്പ് നടത്തിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കയെ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇറാൻ നടപ്പിലാക്കുന്ന സൈക്കോളജിക്കൽ വാർ സ്ട്രാറ്റജിയാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇറാൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയെ എങ്ങനെയെങ്കിലും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. അതാണ് കൃത്യമായിട്ടുള്ള അജണ്ട ഇതിൻ്റെ പുറകിൽ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഇറാനെതിരെയുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് UAE ബന്ധപ്പെട്ട് വാൾ സ്ട്രീറ്റ് ജേണലും അതേപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റൊക്കെ നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഖത്തർ ഇന്ന് വളരെ ശക്തമായിട്ട് തന്നെ ഹക്കാൻ ഫിദാൻ എന്ന് പറഞ്ഞ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഖത്തർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഖത്തർ വൈകുന്നേരം ഇറാനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ എടുത്തിരിക്കുന്ന നിലപാട് അത് മാറ്റേണ്ടതാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത് ഇറാന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കടൽ പ്രദേശമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വാട്ടർ സോണാണ്. അവിടെ ഇറാൻ ഒരു തരത്തിലും ഇടപെടൽ നടത്തരുത്. ശരിക്കും മറ്റുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾ കടന്നു പോകാൻ അവിടെ അനുവദിക്കണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഇറാൻ്റെ പോർട്ടിൽ അടുക്കുന്ന കപ്പലുകളുമായിട്ടാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ അത്തരത്തിൽ പരിഹരിക്കുക. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള തരത്തിൽ ഖത്തർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ. എനിവേ, ഖത്തറിൽ നിന്നും ഇന്ന് ചൈനയിലേക്ക് ഗ്യാസ് LNG കയറ്റുമതി ചെയ്തുകൊണ്ട് പോയ ഒരു കപ്പലിനെ അമേരിക്ക പെർമിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, തടഞ്ഞിട്ടില്ല. അത് കാരണം ഇറാനിൽ നിന്നും കൊണ്ടുപോകുന്ന എണ്ണയോ അല്ലെങ്കിൽ ഗ്യാസോ അല്ല, അത് ഖത്തറിൽ നിന്നും കൊണ്ടുപോകുന്ന ഗ്യാസ് ആയതുകൊണ്ട് അമേരിക്ക അതിനെ ഫ്രീ ആയിട്ട് വിട്ടു. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. അതായത് വരുന്ന 13, 14, 15 ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനം നടത്താനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചൈനയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുത്തിരിക്കുന്നതായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് ചൈനയുടെ കപ്പലുകൾ അതിൽ ഫ്രീ ആയിട്ട് കടന്നു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ട്രേഡ് ചെയ്ത് പോകുന്ന കപ്പലാണെന്നുണ്ടെങ്കിൽ കടന്നു പോകും. പക്ഷേ ഇറാൻ്റെ പക്കൽ നിന്നും ഏതെങ്കിലും തരത്തിൽ എണ്ണയോ ഗ്യാസോ കൊണ്ടുപോകുന്നെങ്കിൽ അത് കടന്നു പോകില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിരോധനം ഇറാനാണ്. ഇറാനിൽ നിന്നും ചൈന വാങ്ങുന്ന എണ്ണയ്ക്കാണ്. 164 മില്യൺ ബാരൽ എണ്ണ കെട്ടിക്കിടക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ. ഇത് വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇറാൻ സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധം നടത്തിയെങ്കിലും എണ്ണ വിൽക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഇറാൻ എണ്ണ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണക്കിണറുകളെല്ലാം തന്നെ വളരെ കാലം പഴക്കമുള്ള എണ്ണക്കിണറുകളാണ്. അപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ട് ഇത് അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് വാക്യൂം ഇതിനകത്ത് ഫില്ലാവും. വാക്യൂം ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി നിറയും. അതുപോലെ തന്നെ പിന്നീട് അത് റീട്രൈവ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇറാൻ്റെ ഓയിൽ സമ്പത്തിനെ ഗണ്യമായ രീതിയിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന എണ്ണയുണ്ടല്ലോ, ഇത് വിറ്റഴിക്കണം. ഇത് വിറ്റഴിക്കാതെ അവർക്ക് ഇൻറ്റർണൽ പ്രൊഡക്ഷൻ സാധ്യമല്ല. പ്രൊഡക്ഷൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ എണ്ണ എത്ര നാൾ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും? ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഇതാണ് IRGCയുടെ പണത്തിൻ്റെ ഉറവിടം. IRGCക്ക് പണമില്ല എന്നില്ല, അവർ കണക്കിൽ കാണിക്കുന്നില്ല. രാജ്യത്തിൻ്റെ ഉള്ളിലെ എക്കണോമിയിൽ കണക്കിൽ കാണിക്കാത്ത സ്വത്തുവകകളാണ് IRGC കൈകാര്യം ചെയ്തത്. മീൻസ് മണി, ലിക്വിഡ് മണി. ആ മണിയാണ് അവർ കൃത്യമായിട്ട് കണക്കിൽപ്പെടാതെയാണ് ഹെസ്ബുള്ളയ്ക്കും അതേപോലെ ഇതിനു മുമ്പ് സിറിയയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന അവരുടെ മിലീഷ്യ ഗ്രൂപ്പുകൾക്കും ഇറാഖിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾക്കും ഹമാസിനും വരെ ഹൂത്തികൾക്കും വരെ അവർ അയച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഫിസിക്കൽ ക്യാഷാണ്. ഈ ഫിസിക്കൽ ക്യാഷിൻ്റെ ഷോർട്ടേജ് ഇപ്പം നല്ല രീതിയിൽ IRGC ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു യുദ്ധം തുടങ്ങി എങ്ങനെയെങ്കിലും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്ത് ഇറാൻ്റെ ഉള്ളിൽ 10 ബോംബ് വീണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൻ്റെ അടുത്ത് അമേരിക്കയുടെ കപ്പലുകൾ ബ്ലോക്കേഡുമായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കേഡുമായിട്ട് ഈ കപ്പലുകൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിഗമനം. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറാന് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പം സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ ആക്രമണം തുടങ്ങി എന്നുള്ള തരത്തിലായിത്തീരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നത്. മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ടൈം പർച്ചേസ് ചെയ്യാണ് ഇറാൻ. അത് ലെങ്ത്, അത് ടൈം പർച്ചേസ് ചെയ്ത് യുറേനിയം എൻറിച്ച്മെന്റ് അവർ തകൃതിയായിട്ട് തുടരുന്നു.
അതുകൊണ്ടാണ് അവർക്ക് 90% യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും എന്നുള്ള രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ അവരെ കൊണ്ട് പ്രേരിപ്പിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈഡിൽ ഈ നരേറ്റീവാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതായത് 90% എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓൾമോസ്റ്റ് അണുവായുധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നുള്ള നിലപാടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കുള്ളിൽ പ്രധാനമന്ത്രി കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങൾ അത് ശരിക്കും ഒരു പാനിക് സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാട്സപ്പ് മെസ്സേജുകളുടെ വാർത്തകൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജുകൾ, അതായത് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഈ കാര്യം 100 തവണ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രാർത്ഥന 5 പേർക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഗുണം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇപ്പോഴും ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് വലത്തും ഇടത്തും നോക്കാതെ തലങ്ങും വിലങ്ങും ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഒരു പാനിക് മോഡ് ഇന്ത്യക്കുള്ളിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട് ത്രൂ വാട്സപ്പ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പാനിക് പർച്ചേസിങ് നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ്. അതിനെ തുടർന്നാണ് ഗവൺമെൻറ് 60 ദിവസത്തേക്ക് എണ്ണയുണ്ട്, 60 ദിവസത്തേക്ക് LNG ഉണ്ട്, 45 ദിവസത്തേക്ക് LPG ഉണ്ടെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തിറക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. എനർജി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റ് സോഴ്സ്, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ മറികടന്നുകൊണ്ട് എനർജി കണ്ടെത്താനുള്ള ആൾട്ടർനേറ്റ് സോഴ്സ്, അതാണ് പല രാജ്യങ്ങളും അന്വേഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയാണ് നമ്മളുടെ ആൾട്ടർനേറ്റ് സോഴ്സ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഉക്രൈൻ തുരിതരായ എണ്ണപ്പാടങ്ങളൊക്കെ ആക്രമിച്ച് റഷ്യയും വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവരുടെ ഏതാണ്ട് 55% എണ്ണപ്പാടങ്ങൾ ഉക്രൈൻ ഓൾറെഡി ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സീസ് ഫയർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് 12-ാം തീയതി രാത്രി മുതലേ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലസ്റ്റർ ബോംബ് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഓർസനിക് മിസൈലിൽ ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു ഭീഷണിയും കൂടി റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം നിലവിൽ ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ 35 ഡിസ്ട്രോയർ ഷിപ്പുകൾ പ്ലസ് 3 എയർക്രാഫ്റ്റ് കരിയർ പ്ലസ് ഫ്രാൻസിൻ്റെ ഒരു എയർക്രാഫ്റ്റ് കരിയർ, അങ്ങനെ ഓൾമോസ്റ്റ് 4 എണ്ണം ഇപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ ചുറ്റിപ്പറ്റി നിർത്തിയിട്ടിട്ടുണ്ട് അമേരിക്ക. 35 ഡിസ്ട്രോയർ ഷിപ്പുകൾ. ഇതിനകത്ത് തുടരെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പല മേഖലകളിലായിട്ട് 1, 2, 3 എന്നൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഷനിൽ വരെ 5 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. മഡഗാസ്കറിൽ 1 ഡിസ്ട്രോയർ, അതുപോലെ തോമസ് ഹൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പൽ ഹൂത്തികളുടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്പർ 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്താണ് ഫ്രാൻസിന്റെ എയർക്രാഫ്റ്റ് കരിയർ ആങ്കർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇറാനെതിരെ അല്ല ഞങ്ങളെ കപ്പലിൽ നിർത്തി വെച്ചിരിക്കുന്നത്, അവരുടെ ചരക്ക് ഗതാഗതം സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചരക്ക് ഗതാഗതം, അവരുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനാണ് അവർ എയർക്രാഫ്റ്റ് കരിയറിനെ അവിടെ കൊണ്ട് ആങ്കർ ചെയ്തിരിക്കുന്നതെന്നാണ് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് 65 ഷിപ്പുകളെ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ എസ്കോർട്ട് കൊടുത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നും ഇറാൻ്റെ ഭീഷണിയെ മറികടന്ന് അവർക്ക് സേഫ് പാസേജ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വാദം അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ അമേരിക്ക ഇന്നലെ ഓൾമോസ്റ്റ് 5 കപ്പലുകൾക്ക് ഡയറക്റ്റ് എസ്കോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഓയിൽ കൊണ്ടുപോകുന്ന ടാങ്കർ ഷിപ്പുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അമേരിക്ക, അതായത് ത്രൂ ഔട്ട് പ്രൊട്ടക്ഷൻ. അതിനെയും ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറാനിയൻ ഡ്രോൺ ഭീഷണിയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ മറികടന്ന് കപ്പലുകൾക്ക് സേഫ് പാസേജ് ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പോർട്ടിലേക്ക് അടുക്കുന്ന നിരവധി കപ്പലുകളെ അമേരിക്ക മടക്കി അയച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തുരങ്കം വെക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പോർട്ടിലൂടെ ആ സാധനം റോഡ് മാർഗം വീണ്ടും ഇറാന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ട്രംപ് ഇച്ചിരി വീഴ്ച വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് കൊടുക്കേണ്ടത് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ കുറച്ചുകൂടെ സമ്മർദ്ദത്തിലായേനെ. അപ്പം ഖത്തർ UAE ഒക്കെ ഓൾറെഡി തന്നെ ഇറാനെതിരെയുള്ള നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനമല്ല അവർ നടത്തുന്നത്. അതായത് പേഷ്യൻസിക്ക് ഒരു പരിധിയുണ്ട്, അതായത് സഹിക്കാനൊരു പരിധിയുണ്ട്. കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഖത്തറൊക്കെ പ്രതികരിക്കുന്നത്. കുവൈറ്റിൽ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുവൈറ്റിൻ്റെ ഉള്ളിൽ. അതേപോലെ ബഹ്റൈൻ്റെ ഉള്ളിൽ ഇന്നലെ ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ലേഡിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബഹ്റൈനിൽ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഖത്തർ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ഈ മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരെയുള്ള നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതായത് ഇറാനെതിരെ എന്ന് പറയുമ്പോഴത്തേക്കും ഇറാനെ അങ്ങ് എതിർത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, ശരിക്കും ഇറാന്റെ നിലപാട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരെടുത്തിരിക്കുന്ന നിലപാടിനെയാണ് ഈ രാജ്യങ്ങൾ കണ്ടംപ്റ്റ് ചെയ്യുന്നത്. ട്രംപ് പറയുന്നത് 90% യുറേനിയം എൻറിച്ച്മെന്റോ ഇമ്പോസിബിൾ, ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് നിരന്തരം ട്വീറ്റൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ട്വീറ്റ് ലേസർ വെപ്പൺ വെച്ചിട്ട് ഞാൻ ഇറാനെ ഭസ്മമാക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ട്വീറ്റ്. അതേപോലെ $100 ബില്ലിൽ ട്രംപിൻ്റെ ഇമേജ് കൊണ്ടുവരാനുള്ള ഏർപ്പാട്, അങ്ങനെ ഒരു നോട്ട് തന്നെ ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ. ഇത് ആരെങ്കിലുമൊക്കെ ട്രംപിനെ ഉപദേശിക്കണം. കാരണം ട്രംപ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ ശരിക്കും ഇറാൻ അതിനെ നല്ല രീതിയിൽ മോക്ക് ചെയ്യുന്നുണ്ട്. ഇറാന് മീം ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റാണ് ട്രംപ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ട്രംപിനെ അപമാനിച്ച് തള്ളുകയാണ് ഇറാൻ. ഇത് കുറേ നാളുകൊണ്ടേ നടക്കുന്ന കോമഡിയാണിത്. പക്ഷേ ട്രംപിന് എന്തോ മനസ്സിലാകുന്നില്ല, വീണ്ടും വീണ്ടും ട്രംപ് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ കരച്ചിലോട് കരച്ചിൽ, മിസ്റ്റർ ട്രംപ് നിങ്ങൾ പ്രസിഡന്റ്, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ അങ്ങനെ കരുതിക്കൊണ്ട് ഇറാൻ്റെ ഫ്ലൈറ്റിന് അവിടെ അഭയം കൊടുത്തതല്ല, ഞങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു പെർമിഷൻ കൊടുത്തതാണ് എന്നുള്ള തരത്തിലൊക്കെ എന്തൊക്കെയോ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ പാകിസ്ഥാൻ ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. നോർവേയുടെ ഫോറിൻ മിനിസ്റ്റർ ഇറാനിലെത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുമായിട്ട് ഒരു നീണ്ട ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ചെലവാക്കിയ കണക്ക് $29 ബില്യൺ ആണെന്നാണ് അമേരിക്കയുടെ കണക്ക്. പക്ഷേ ഇറാൻ്റെ നഷ്ടം എത്രയാണെന്നുള്ള കണക്ക് അബ്ബാസ് അറക്ചി കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 250 മുതൽ 350 ബില്യൺ US നഷ്ടമാണ് അബ്ബാസ് അറക്ചി വായിച്ച് കേൾപ്പിച്ചത്. അതായത് അവർ അമേരിക്ക എടുത്ത് കോമ്പൻസേഷൻ ചോദിക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കണക്ക് പല സ്ഥലങ്ങളിലും അവർ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് നഷ്ടം കണക്കാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതൽ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര വലിയ പാലങ്ങളും അതുപോലത്തെ കൺസ്ട്രക്ഷൻസും നിരവധി ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് അടിച്ച് പൊളിച്ച് കളഞ്ഞത്. അതൊക്കെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചില ഏരിയകളിലൊക്കെ അവർ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടാവാം. കാരണം നഷ്ടപരിഹാരമാണല്ലോ അവർ ചോദിച്ചത്. ആ നഷ്ടപരിഹാരത്തിൻ്റെ പേരിൽ കണക്കെടുത്ത സമയത്ത് അവർ കുറച്ച് ലാവിഷായിട്ട് നമ്പറുകൾ എഴുതി ചേർത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നഷ്ടപരിഹാരം ചോദിക്കാണല്ലോ. അപ്പോൾ ഒരു 350 ബില്യണെങ്കിലും ചോദിച്ചാലേ അഥവാ തരുന്നെങ്കിൽ ഒരു 150 ബില്യണെങ്കിലും കിട്ടൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ എഴുതി ചേർത്തിട്ടുണ്ടാകും. അപ്രോക്സിമേറ്റ്ലി ഒരു 250 ബില്യൻ്റെ നഷ്ടം എന്തായാലും ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. സൗത്ത് ലെബനാന്റെ ഭാഗത്ത് ഇസ്രായേൽ നിരവധി ടണലുകൾ കണ്ടെത്തുകയും അതിലുടനീളം റെയ്ഡ് നടത്തി കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുപോലെ തന്നെ ലിറ്റാനി റിവർ വരെ ഇസ്രായേലിൻ്റെ IDF ആർമി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നിരവധി ഫോട്ടോസ് അതിൻ്റെ അടുത്ത് വരെ ആർട്ടിലറി ടാങ്കൊക്കെ കൊണ്ടുപോയിട്ട് ഹെസ്ബുള്ളായുടെ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിൻ്റെ IDF ഫോഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി വീഡിയോ ഫൂട്ടേജസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്, ഹെസ്ബുള്ളയുടെ ലീഡറായിട്ടുള്ള നഈം കാസിം പറയുന്നത്, ഇറാൻ നിങ്ങളുടെ നെഗോസിയേഷൻ മാത്രം നടത്തിയാൽ മതി, അമേരിക്കയുമായിട്ടൊരു ഡീൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സൈൻ ചെയ്യാം, ലെബനൻ്റെ ഉള്ളിലേക്കുള്ള ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിമാൻഡിന് വേണ്ട, കാരണം ഈ യുദ്ധം നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഹെസ്ബുള്ള റദ്വാൻ ഫോഴ്സ് എന്ന് പറയുന്ന ഞങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള പ്രസ്താവനയാണ് ഇന്ന് നഈം കാസിം പറഞ്ഞിരിക്കുന്നത്, ഹെസ്ബുള്ളയുടെ ലീഡർ, ലെബനാൻ വിങ്. അതേപോലെ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെക്ടേഷൻസ് അത് വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ബ്രിക്സ് കൂട്ടായ്മ രാജ്യങ്ങളുടെ ഇടയിൽ. ഏത് തരത്തിലുള്ള അജണ്ടയാണ് നമ്മളിവിടെ ചർച്ച നടത്താൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് തകൃതിയായിട്ട് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ട് തന്നെ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ഇന്ത്യ എന്നാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇതുവരെ. ഇന്ത്യ ചൈനയ്ക്ക് ഓപ്പൺ ആയിട്ടൊരു കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോൾ ഫോർ. പാകിസ്ഥാൻ, അത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് പോവേണ്ടതില്ല. അത് ചൈന ഒരു ആത്മപരിശോധന നടത്തിയിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈഡിൽ നിലയുറപ്പിക്കണം. അതായത് നമ്മൾ ബ്രിക്സ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാൻ കൂടാതെ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച നടത്തേണ്ടതുണ്ട്. നമ്മളുടെ വ്യാപാരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എക്കോണമി, ഈ രീതിയിലൊക്കെ ഇന്ത്യ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് ചൈനയ്ക്ക്. അതായത് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈഡിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു മുന്നറിയിപ്പ്, അതുപോലെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു അഡ്വൈസറി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ചൈനയ്ക്കാണ് ഈ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ BLA ശക്തമായിട്ടൊരു ആക്രമണം, നിരവധി പേര് കൊല്ലപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്.
അതിലും പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർക്കെതിരെയാണ്, സെക്യൂരിറ്റി ഓഫീസേഴ്സിനെതിരെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ഫോഴ്സ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നിലവിലെ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.